ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് പെപ്പർ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെറുതായിട്ട് നുറുക്കിയ നല്ല ബീഫ് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെക്കുക. അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇടുക. മിക്സ് ചെയ്യാൻ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇപ്പോൾ അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം കുറച്ച് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക അതിലേക്ക്. ഇനി നമ്മുടെ മെയിൻ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളകും കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കുക. അതിനുശേഷം കുക്കറിൽ വെള്ളം ഒഴിക്കാതെ 3 വിസിൽ അടിക്കുന്ന വരെ വേവിച്ചെടുക്കുക. മൂന്ന് വിസിലടിച്ചതിന് ശേഷം പ്രഷർ മൊത്തം കളഞ്ഞതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ബീഫ് വെന്തിട്ടുണ്ട്, അത് റെഡിയാക്കി വയ്ക്കുക. ഇനി ഗ്രേവി, അതിന് വേണ്ടിയിട്ട് സവാളയും ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും വേണം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. ശേഷം വറ്റൽമുളക് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ശേഷം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആദ്യം ജിഞ്ചർ ആഡ് ചെയ്യുക. അതിനുശേഷം ഗാർലിക് ചേർക്കുക. ദെൻ ചില്ലി ചേർക്കുക. എന്നിട്ട് നന്നായി വരട്ടുക. കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഒരു 4 സവാള ഉണ്ടാവും. അത്യാവശ്യം മിക്സ് ആയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയാണ് ആഡ് ചെയ്യേണ്ടത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, അതിനകത്തേക്ക് ചേർക്കുക. ശേഷം ഗരം മസാല വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി സെയിം 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യേണ്ടത്, 1 ടീസ്പൂൺ. ഒത്തിരി ചില്ലിയുടെ ആവശ്യമില്ല, പെപ്പർ ഉള്ളതുകൊണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക, സ്പൈസി കിട്ടാൻ വേണ്ടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം മീറ്റ് മസാല ആഡ് ചെയ്യാം.
ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറായി പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ തീ കുറച്ചിടുക. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, ഡാർക്ക് ബ്രൗൺ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കേണ്ടത്. നമുക്ക് ബീഫ് ചേർക്കാം. ഇനി മസാല നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു കറിവേപ്പിലയുടെ തണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്ത് വയ്ക്കുക, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നമ്മുടെ ബീഫ് പെപ്പർ കറി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഞങ്ങൾക്ക് തരാം.